ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് T20 വേൾഡ് കപ്പിന് വേണ്ടിയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ വേൾഡ് കപ്പിനുള്ളൂ. IPL കഴിഞ്ഞാൽ ഉടനെ തന്നെ വേൾഡ് കപ്പാണ്. മലയാളി താരം സഞ്ജു ടീമിലുണ്ട്. അതുകൊണ്ട് മലയാളികളും ആവേശത്തിലാണ്. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ് 11 പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ്. അപ്പോൾ പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓപ്പണിങ്ങിൽ പതിവ് പോലെ തന്നെ രോഹിത് ശർമ്മയും ജയ്സ്വാളും കളിക്കും. അല്ലെങ്കിൽ പിന്നെ ജയ്സ്വാളിനെ മാറ്റി സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കണം. അതിനും സാധ്യതയുണ്ട്. വൺ ഡൗണിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യും. 4-ാം നമ്പർ പതിവ് പോലെ തന്നെ സൂര്യകുമാറിന്റെ കയ്യിൽ ഭദ്രമാണ്. കീപ്പറായിട്ട് ഋഷഭ് പന്ത് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഇനി ഓൾറൗണ്ടേഴ്സായിട്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരിക്കും. ഇനി സഞ്ജുവിനെ ഓപ്പണിങ്ങിൽ ഇറക്കിയില്ലെങ്കിൽ സഞ്ജു ഫിനിഷറായിട്ടായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. സഞ്ജുവിനെ ഉറപ്പായിട്ടും പ്ലേയിങ് 11 കളിപ്പിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതിന് കാരണം വെസ്റ്റ് ഇൻഡീസ് പിച്ചിൽ കളിച്ച പരിചയം സഞ്ജുവിനുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ വേൾഡ് കപ്പിൽ ഇറക്കുന്നത്. സഞ്ജു വെസ്റ്റ് ഇൻഡീസിൽ തകർത്തടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള മാച്ചിൽ ചിലപ്പോൾ സഞ്ജു ഓപ്പണിങ്ങിൽ ഇറങ്ങാനും സാധ്യതയുണ്ട്. സഞ്ജുവും രോഹിത്തും ഓപ്പണിങ്ങിൽ ഇറങ്ങിയാൽ ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. പവർ പ്ലേയിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ അയർലൻഡ്, കാനഡ, പാകിസ്ഥാൻ, ഇന്ത്യ ഈ 4 ടീമുകളാണ്. ഇതിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും സെലക്ട് ആവുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ എല്ലാവരും കാത്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള മാച്ചിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, ജഡേജ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, ഹർഷദീപ് സിംഗ്. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. ഇപ്രാവശ്യം ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. സഞ്ജു ഫോമിലാണ്. അതുപോലെ ഋഷഭ് പന്തും സൂര്യകുമാറും കോഹ്ലിയും നന്നായി കളിക്കുന്നുണ്ട്. ഇന്ത്യ ഇപ്രാവശ്യം വേൾഡ് കപ്പ് നേടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.